ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. ആരാധനൽ വീണ്ടെടുപ്പ് ആരാധനൽ വീണ്ടെടുപ്പ് സ്വർഗവ്യവസ്ഥയിൻ പട്ടണവാതിൽക്കൽ നാം സ്വർഗവ്യവസ്ഥയിൻ പട്ടണവാതിൽക്കൽ നാം അത്യുച്ചത്തിൽ കേൾക്കും അസംഖ്യം ബഹുമാന്യ മൂപ്പന്മാർ നടുവിൽ നിന്നും അത്യുച്ചത്തിൽ കേൾക്കും അസംഖ്യം ബഹുമാന്യ മൂപ്പന്മാർ നടുവിൽ നിന്നും ഭാഗ്യവശാൽ ബോവസിന്റെ ഭാഗ്യവശാൽ ബോവസിന്റെ നല്ല വയൽ പ്രദേശേ വന്നു ചേർന്നിടുവാൻ നല്ല വയൽ പ്രദേശേ വന്നു ചേർന്നിടുവാൻ വിദൂരമോവാവിൽ നിന്നു വേർതിരിച്ചെന്നെ സമൃദ്ധിയായി അനുഗ്രഹിച്ചു വിദൂരമോവാവിൽ നിന്നു വേർതിരിച്ചെന്നെ സമൃദ്ധിയായി അനുഗ്രഹിച്ചു ഭാഗ്യവശാൽ ബോവസിന്റെ ഭാഗ്യവശാൽ ബോവസിന്റെ. ത്രിയേക ദൈവത്തിൻ്റെ സ്തുതി. കർത്താവിൻ്റെ പരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹത്തിന് യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. കർത്താവായ യേശുക്രിസ്തു തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 24-ാമത്തെ വാക്യം. ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശും എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ഒരു വിശ്വാസി ആരായിരിക്കണം? ഒരു വിശ്വാസിയിൽ തെളിഞ്ഞ് കാണേണ്ടതായ രണ്ട് സ്വഭാവങ്ങൾ എന്തൊക്കെയായിരിക്കണം? കർത്താവ് വളരെ വ്യക്തമായി തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. തൻ്റെ പിന്നാലെ വരുവാൻ കർത്താവ് വിളിച്ച് വേദരിച്ച തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് പറഞ്ഞു, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ 1 തന്നെത്താൻ ത്യജിക്കണം, 2 തൻ്റെ ക്രൂശ് എടുക്കണം. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. നമ്മെ തന്നെ ത്യജിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവർ? നമുക്ക് ശാന്തമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എബ്രായ ലേഖനം 2-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പ്രകാരം പറയും, സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. സ്തോത്രം. എത്ര ആശയസമ്പുഷ്ടമാണ് ആ വാക്യം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം നാം കേൾക്കാറുള്ളതാണ്. പിതാവിൻ്റെ സ്നേഹം, പുത്രൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ. എന്താണ് പിതാവിൻ്റെ സ്നേഹം? എന്നോട് നിങ്ങളോടുമുള്ള പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം എന്താണ്? അതാണ് നാം വായിച്ചു കേട്ടത്. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ, അവനാണ് പിതാവായ ദൈവം. സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവം, സകലത്തെ നിയന്ത്രിക്കുന്നവനായ പിതാവായ ദൈവം അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ, സ്തോത്രം, തൻ്റെ ഏകജാതനായ പുത്രൻ്റെ ഇളയ സഹോദരന്മാരായി സഹോദരിമാരായി അനേകരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ എന്താണ് ലക്ഷ്യം? നാം ഇവിടെ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് ജീവിച്ച് ഏതെങ്കിലും സെമിത്തേരിയിൽ ഏതെങ്കിലും കല്ലറയിൽ അടക്കപ്പെട്ടാൽ മതിയോ പ്രിയപ്പെട്ടവർ? നാം തേജസ് പ്രാപിക്കുന്നവരായിരിക്കണം. ഈ ഭൂമിയിൽ വെച്ച് നാം തേജസ് പ്രാപിക്കുന്നവരായിരിക്കണം. അർഹലമ ചിന്തയുണ്ട്, അർഹലമത് പ്രാർത്ഥനാ വിഷയമാണ്. ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു വ്യക്തിയെ ദൈവത്തിൻ്റെ അതേ തേജസ്സിലേക്കാണ് പരിശുദ്ധാത്മാവ് നടത്തുന്നത്. നിങ്ങൾക്കറിയാമോ? ആ തേജസ് പ്രാപിച്ചവർ മാത്രമേ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ പറക്കൂ.
അവർ മാത്രമേ ക്രിസ്തു എന്ന ഏകപുരുഷൻ്റെ നിർമ്മല കന്യകയായി തീരൂ. ഒരു സംശയവും വേണ്ട. എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് ഒപ്പിച്ച് ഈ ഭൂമിയിൽ അങ്ങ് ജീവിച്ച് അന്ത്യകുരാശയെല്ലാം പ്രാപിച്ച് നല്ല മനുഷ്യൻ്റെ പേരും കിട്ടി കടന്നുപോയാൽ സ്വർഗത്തിലെത്തില്ല, പറക്കുകയില്ല. കർത്താവ് രണ്ടാമത്തെ വരവിൽ പറന്നു പോവുകയില്ല. വളരെ വ്യക്തമാണ്. ദൈവത്തിന് സ്തോത്രം. തനിക്ക് അനേക സഹോദരന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ, പിതാവാരികം നടത്തുമ്പോൾ അവൻ എന്ത് ചെയ്തു? പിതാവാരികം എന്താണ് ചെയ്തത്? സ്തോത്രം. നാം വായിക്കുന്നു, അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. അവരുടെ രക്ഷാനായകനായ ക്രിസ്തുവിന്, ഞാനും നിങ്ങളും അനുഗമിക്കുന്ന അതേ കർത്താവായ യേശു ക്രിസ്തുവിന് കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കി. സ്തോത്രം. ആർക്കെല്ലാം ഇതിൻ്റെ മർമ്മം പിടികിട്ടും? ഈ ഭൂമിയിൽ കഷ്ടതയിലൂടെയാണ് ശുദ്ധീകരണം. ഈ ഭൂമിയിൽ കഷ്ടതയിലൂടെയാണ് തേജസ്കരണം. ഇതെല്ലാം വേദോസ്തല വാക്യങ്ങൾ തന്നെയാണ്. ഇതെല്ലാം ദൈവം വച്ചിരിക്കുന്ന വ്യവസ്ഥ തന്നെയാണ്. പ്രിയപ്പെട്ടവർ, ഈ ഭൂമിയിൽ ഇടുങ്ങിയ വഴിയിലൂടെ, ഇടുങ്ങിയ വാതിലൂടെ, ഞെരുക്കമുള്ള വഴിയിലൂടെ കഷ്ടത അനുഭവിച്ചുകൊണ്ട് ജീവിപ്പാൻ ആർക്കെല്ലാം മനസ്സുണ്ട്? സ്തോത്രം. അങ്ങനെയാണ് നമ്മെ തേജസ്സിലേക്ക് ദൈവം നടത്തുക. അവിടെയാണ് ശുദ്ധീകരണം നടക്കുക. സ്തോത്രം. അനുഭവിക്കുന്നവർക്കറിയാം. നിങ്ങൾക്കറിയാം, അബ്രഹാമിൻ്റെ മകനായ ഇസ്ഹാക്കിൻ്റെ മകനായ യാക്കോബിൻ്റെ ഓമനപുത്രനായിരുന്നു യോസേപ്പ്. യോസേപ്പ് ബാല്യപ്രായം മുതൽ തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവനായിരുന്നു. ദൈവിക ദർശനങ്ങൾ കാണുന്നവനായിരുന്നു. ദൈവഹിതപ്രകാരം ജീവിച്ചവനായിരുന്നു. എന്നാൽ 17-ാമത്തെ വയസ്സിൽ സ്വന്തം സഹോദരന്മാർ പൊട്ടക്കുഴിയിൽ പിടിച്ചിട്ടു. ദൈവം അറിയാതെയാണോ? അല്ല. പ്രിയപ്പെട്ടവർ, യോസേപ്പ് ദൈവം കണ്ട ദൈവവേദിലാണ്. കഷ്ടതയിലൂടെ അവരെ നടത്തേണ്ടത് ആവശ്യമാണ്. ആ പൊട്ടക്കെട്ടിൽ കിടന്ന ആ യോസേപ്പിനെ സ്വന്തം സഹോദരന്മാർ അവിടെ നിന്ന് കരക്കി കയറ്റി. സ്നേഹം കൊണ്ടാണെന്ന് യോസേപ്പ് വിചാരിച്ചോ? ഇല്ല. അവനെ വലിച്ചു കയറ്റിയിട്ട് മിഥ്യാന കച്ചവടക്കാർക്ക് 20 വെള്ളിക്കാശിന് വിറ്റു. അടിമയായി വിറ്റു. പ്രിയപ്പെട്ടവർ, അടിമയായി വിൽക്കുമ്പോൾ സ്വന്തം സഹോദരന്മാരെ ഇടയ്ക്കിടയ്ക്ക് യോസേപ്പ് തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഒരു മനസ്സരിയുമില്ലാതെ, ഒരു കരുണയുമില്ലാതെ യോസേപ്പ് ചുമന്നു കൊണ്ടുവന്നതായ ആഹാരം തിന്നുകയും അവന് വിറ്റ് കിട്ടിയ 20 വെള്ളിക്കാശ് വീതിച്ചെടുക്കുകയും ചെയ്യുമ്പോൾ അവനെ അടിമയായി കൊണ്ടുപോയി. മിസ്രൈമിലെ കാരാഗ്രഹത്തിൽ അടിമയായി യോസേപ്പ് കിടന്നു. എന്തിന്? സഹോദരങ്ങളെ, ശാന്തമായി നിങ്ങൾ ചിന്തിക്കുമോ? ഞാനിത് തക്കതുപോലെ എന്ത് ചെയ്തു എന്ന് ദൈവത്തോട് ചോദിക്കുന്ന പലരുമുണ്ട്. എനിക്കെന്താണ് ഈ കഷ്ടത എന്ന് പലരും ദൈവത്തോട് ചോദിക്കാറുണ്ട്. ഞാൻ ഇത് തക്കതുപോലെ ഒന്നും ചെയ്തില്ലല്ലോ എന്ന് പറയാറുണ്ട്. മകനെ, കഷ്ടതയിലൂടെ നിന്റെ തേജസ്കരണത്തിലേക്ക് നടത്തുകയാണ്. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹമാണ്. അവൻ്റെ കണ്ണ് നിന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവൻ നിന്നെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ കാക്കുന്നുണ്ട്. സത്യം നിങ്ങൾ തിരിച്ചറിയുക. പ്രിയപ്പെട്ടവർ, ദൈവത്തിൻ്റെ സ്തോത്രം. സകലത്തിനും ലാക്കും സകലത്തിനും കാരണബോധനമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവിടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. സ്തോത്രം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 8-ാമത്തെ വാക്യം. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, അവൻ തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. പിതാവായ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ പിതാവിനെ അങ്ങേയറ്റം സ്നേഹിക്കുകയും ആദരിക്കുകയും അനുസരിക്കുകയും ചെയ്ത പുത്രൻ. ആ പുത്രൻ എന്താണ് ചെയ്തത്? തന്നെത്താൻ താഴ്ത്തി പിതാവിൻ്റെ വലതുഭാഗം വിട്ട്, മാലാഖമാരുടെ സ്തുതികൾ വിട്ട്, മഹത്വത്തിൻ്റെ സിംഹാസനം വിട്ട് അവൻ തന്നെത്താൻ ഒഴിച്ച വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി ഈ ഭൂമിയിലേക്ക് മനുഷ്യവേഷത്തിൽ അവൻ വെളിപ്പെട്ടു. മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഈ ഭൂമിയിൽ ജീവിച്ച 33.5 വർഷവും പുത്രനായ ദൈവം പിതാവായ ദൈവത്തെ അക്ഷരം പ്രതി അനുസരിച്ചിരുന്നു. പിതാവായ ദൈവം പുത്രനിൽ വസിച്ചുകൊണ്ട് തൻ്റെ ഇഷ്ടം നിറവേറ്റിയിരുന്നു. പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയായിരുന്നു പുത്രൻ്റെ ആഹാരം. ദൈവജനമേ, വിശ്വാസികളുടെ സമൂഹമേ, എൻ്റെ നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? എന്നെ വീണ്ടെടുത്ത കർത്താവായ യേശു ക്രിസ്തു എന്നെ സന്തോഷിപ്പിക്കുക, അവന് ആശ്വാസം പകരുക, അവൻ്റെ മുറിവുകളിൽ ഊതുക, അവൻ്റെ ആശ്വാസപുത്രനായ ഒരു ആശ്വാസപുത്രിയായി തലമുറ നിൽക്കുക.
കഴിഞ്ഞിട്ടുണ്ടോ? കർത്താവായ യേശു ക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന മാതൃക ഏതാണ്? ഇതൊക്കെ പ്രായലേഖനം 2-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം വായിച്ച് കേൾക്കാം. അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു: എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിൽ അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. സ്തോത്രം. ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, പിതാവായ ദൈവൻ അനുവദിച്ചു, വേറെ പരിഹാരമില്ല. ദൈവത്തിൻ്റെ സൃഷ്ടിയായ മനുഷ്യൻ സാത്താൻ്റെ അടിമകളായി തീർന്നപ്പോൾ, പാപം മൂലം സാത്താൻ്റെ അടിമത്തത്തിൽ വലഞ്ഞു പോയപ്പോൾ അവനെ വിടുവിപ്പാൻ മറ്റൊരു മാർഗമില്ലാഞ്ഞതുകൊണ്ട് പുത്രനായ ദൈവം എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ഇതാ യേശു മരണം അനുഭവിച്ചു. പ്രിയപ്പെട്ടവർ, പാപത്തിന് ശമനമായ മരണം എന്നിൽ നിന്ന് മാറ്റാൻ യേശു മരണം അനുഭവിച്ചു. മരണമില്ലാത്തവൻ മരിച്ചു. ക്രൂശന്മേൽ സ്വന്തം തോളിൽ തലചായ്ച്ചവൻ മരിച്ചു കിടന്നു. സത്യമല്ലേ പ്രിയപ്പെട്ടവർ? അത് നമുക്ക് നിഷേധിക്കാൻ സാധ്യമല്ല. നിക്കാസോനഗദോസിൽ 318 പിതാക്കന്മാർ കൂടി ക്രോഡീകരിച്ചതായ വിശ്വാസ പ്രമാണത്തിൽ പൊന്തിയോസ് പീലാത്തിയോസിൻ്റെ നാളുകളിൽ കർത്താവ് യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ട് മരിച്ചു എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ലോക ചരിത്രത്തോട് ചേർത്ത് കർത്താവിൻ്റെ മരണത്തെ അവർ കാണിച്ചിരിക്കുന്നു. എന്തിനാണ്? അത് മായിച്ചാൽ മായാത്ത സത്യമാണ്. എൻ്റെയും നിങ്ങളുടെയും പാപത്തിന് പരിഹാരമായി കർത്താവായ യേശു ക്രിസ്തു മരിച്ചു. എൻ്റെ മരണം മാറ്റി. യേശു മരിച്ചെങ്കിൽ എൻ്റെ മരണം മാറ്റി. ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും മാനവും അണിഞ്ഞവനായി നാം കാണുന്നത്. അവൻ പിതാവിൻ്റെ വലത്തുഭാഗത്ത് വീണ്ടും ഇരിക്കുന്നത്. പിതാവിൻ്റെ വലത്തുഭാഗത്ത് നീ ഭൂമിയിലേക്ക് വന്ന് 33 വർഷം ജീവിച്ച് തൻ്റെ ദൗത്യം നിറവേറ്റി എൻ്റെയും നിങ്ങളുടെയും മുഴുവൻ പാപങ്ങളും സ്വന്തം തലയിൽ ഏറ്റുവാങ്ങി ആ പാപങ്ങൾക്ക് വേണ്ടി സ്വയം ശാപമായി ക്രൂശിൽ പിടഞ്ഞ് മരിച്ച കർത്താവായ യേശു ക്രിസ്തു അനുഭവിച്ച കഷ്ടത, അനുഭവിച്ച മരണം, അവൻ്റെ അതേ സ്ഥാനം അവന് കിട്ടി. തൻ്റെ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് കൊടുത്തു. മഹത്വവും മാനവും അവന് കൊടുത്തു. പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങൾക്കും ദൈവം തന്നതായ ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യവും നഷ്ടപ്പെടുത്തി നാം പിശാചിൻ്റെ വഞ്ചനയാൽ പാപികളായി അടിമത്തത്തിലേക്ക് പോയി. സത്യമാണ്, ദൈവം നോക്കുമ്പോൾ നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവദേശമില്ലാത്തവരായി തീർന്നു. അതിനാൽ തൻ്റെ ഏകജാതനായ പുത്രന് പിതാവായ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചതാണ് പിതാവിൻ്റെ സ്നേഹം. എന്നോടും നിങ്ങളോടുമുള്ള സ്നേഹം, പിതാവിൻ്റെ സ്നേഹം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാറ് നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പിതാവിൻ്റെ സ്നേഹം നിങ്ങൾ മറക്കരുത്. പിതാവായ ദൈവം എന്നെയും നിങ്ങളെയും സ്നേഹിച്ചതുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും പാപത്തിന് ശമ്പളമായ മരണം മാറ്റുവാൻ തൻ്റെ ഏകജാതനായ പുത്രനെ മരണത്തിനേൽപ്പിച്ചു. അത്രമാത്രം നമ്മെ സ്നേഹിച്ചു. ആ സ്നേഹം നമുക്കുണ്ടോ പ്രിയപ്പെട്ടവർ? ആ സ്നേഹം ഏതാണ്? ആ സ്നേഹം നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കുന്ന സ്നേഹം. അതാണ് പൂർണ്ണതയുടെ സ്നേഹം. ആ സ്നേഹത്തിൽ കുറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? നിന്റെ ജീവിതത്തിലേക്ക് പാപം വന്നു. സ്നേഹം കുറയുന്നുണ്ടെങ്കിൽ അവിടെ പാപം വന്നു. സ്തോത്രം. പാപത്തിന് മാത്രമേ ദൈവസ്നേഹത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റാൻ കഴിയൂ. കുറഞ്ഞു പോയിട്ടുണ്ടോ? കർത്താവിനോട് വല്ലതും പറയാനുണ്ടോ? പിതാവായ നിങ്ങളെ നോക്കുന്നുണ്ട്. അവൻ സ്വർഗ്ഗത്തിൽ ഇരുന്നുകൊണ്ട് എല്ലാം കാണുന്നുണ്ട്. അവനെല്ലാം നിവർത്തിച്ചവനാണ്. അതാണ് നാം കണ്ടത്. അവനെ മഹത്വവും മാനവും അണിഞ്ഞവൻ സകലവും നിവർത്തിച്ചിട്ട് എൻ്റെയും നിങ്ങളുടെയും ശാപങ്ങൾക്ക് വേണ്ടി അവൻ ശാപമായി, എൻ്റെയും നിങ്ങളുടെയും പാപത്തിന് വേണ്ടി അവൻ പാപമാക്കപ്പെട്ടു, എൻ്റെയും നിങ്ങളുടെയും പാപത്തിന് ശമ്പളമായ മരണം അവൻ സ്വയം ഏറ്റെടുത്തു. അവൻ മരിച്ചു. സ്തോത്രം. പ്രിയപ്പെട്ടവർ, ഇത് വിശ്വസിച്ചാൽ സ്നേഹത്താൽ നിങ്ങൾ നിറയും. എബ്രായ ലേഖനം 1-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറഞ്ഞു: അവൻ അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്ത് ഇരിക്കുകയും അവൻ ദൂതന്മാരേക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിന് ഒത്തവണ്ണം
അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. കർത്താവായ യേശു ആരാണ്? എന്താണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്? പുത്രൻ ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തികളുടെ വചനത്താൽ വഹിക്കുന്നവരുമാകൊണ്ട്. പ്രിയപ്പെട്ടവർ, എന്നെ നിങ്ങളെയും വഹിക്കുന്നത് ആരാണ്? എൻ്റെയും നിങ്ങളുടെയും ഭാരങ്ങൾ ചുമക്കുന്നത് ആരാണ്? എൻ്റെയും നിങ്ങളുടെയും ആവശ്യങ്ങൾ അറിയുന്നത് ആരാണ്? എൻ്റെയും നിങ്ങളുടെയും ആവശ്യങ്ങൾ നിവർത്തിച്ചിരുന്നത് ആരാണ്? പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഉൾക്കണ്ണുകൾ തുറന്നു കിട്ടിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, സ്നേഹവാനായ കർത്താവാണ് എല്ലാം ചെയ്തത്. സ്തോത്രം. ഞാൻ നിങ്ങൾ മോനെ അറിയാതെ ഇരുന്നപ്പോൾ, നാം പാപികളായിരുന്നപ്പോൾ, നാം പാപത്താൽ മരിച്ചിരുന്നപ്പോൾ, ദൈവമായുള്ള ബന്ധം നമുക്കില്ലാതിരുന്നപ്പോൾ അവൻ നമ്മെ സ്നേഹിച്ചു, അവൻ നമുക്ക് വേണ്ടി കരുതി. പ്രിയപ്പെട്ടവർ, നിങ്ങൾ ശാന്തമായ ദൈവസ്ഥയിൽ ശാന്തമായിട്ട് ഇരിക്കാമോ? അവൻ്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കാമോ? ദൈവത്തിന് സ്തോത്രം. ലോകാരംഭങ്ങൾക്ക് മുൻപേ നമ്മെ കണ്ടവൻ, നമ്മെ സ്നേഹിച്ചവൻ, നമ്മെ വിളിച്ചവൻ, നമ്മെ വേർതിരിച്ചവൻ, നമ്മെ സ്നേഹിച്ചവൻ, നമ്മെ തിരഞ്ഞെടുത്തവൻ, അവൻ നമുക്ക് വേണ്ടി എല്ലാം കരുതി. അവനുള്ള സ്നേഹത്താൽ നിറയുമോ നീ? പുത്രൻ ദൈവ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തികളുടെ വചനത്താൽ വഹിക്കുന്നവനുമാകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലഭാഗത്തിരിക്കുന്നു. മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് പരിഹാരം ഉണ്ടാക്കിയിട്ട് അവൻ ഉയരത്തിലേക്ക് കയറിപ്പോയി പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. ഇത് സത്യമാണ്. പ്രിയപ്പെട്ടവർ, ഇത് നാം സ്വന്തമാക്കേണ്ടത് വിശ്വാസത്താലാണ്. വേറൊന്നും വേണ്ട. നിനക്ക് കഴിവില്ല, നിനക്ക് പഠിപ്പില്ല, നിനക്ക് സമ്പത്തില്ല, നിനക്ക് വിദ്യാഭ്യാസ യോഗ്യതയില്ല, ഇതൊന്നും നീ പറയണ്ട, യാതൊന്നും നീ പറയണ്ട, ഒന്നും വേണ്ട. വിശ്വാസത്താൽ ദൈവത്തിന് സ്തോത്രം. അവന് സകലത്തിനും പരിഹാരം ഉണ്ടാക്കിയ ശേഷം പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് പോയിരുന്നു. അവൻ യഥാസ്ഥാനപ്പെട്ടു. താൻ എവിടെ നിന്ന് വന്നുവോ അവിടേക്ക് അവൻ പോയി. പ്രിയപ്പെട്ടവർ, എന്നെയും നിങ്ങളെയും ആത്മാവിൽ കണ്ടവനായ പിതാവായ ദൈവം, ലോകാരംഭങ്ങൾക്ക് മുമ്പേ കണ്ടവനായ ദൈവം നമ്മെ എവിടെയാണ് കണ്ടിരിക്കുന്നത്? പുത്രനിരിക്കുന്ന അതേ സിംഹാസനത്തിൽ. കർത്താവായ യേശു ക്രിസ്തു എന്ന ഏക പുരുഷൻ്റെ നിർമ്മല കന്യകയായി, അവനോട് ചേർന്നിരിക്കുന്ന മണവാട്ടിയായി. അതാണ് പിതാവിൻ്റെ ആഗ്രഹം. അവിടെ നിനക്കിരിക്കാം, വേറൊന്നും വേണ്ട. എനിക്ക് ഇന്ന കുറവുണ്ടെന്ന് നീ പറയണ്ട, ഞാൻ പാപത്തിൽ വീണുപോയെന്ന് നീ പറയണ്ട. യേശുവിൻ്റെ ക്രൂശിലേക്ക് വരിക, ക്രൂശിലേക്ക് നോക്കുക. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ തിരുരക്തത്തിൽ ആശ്രയിക്കുക. ആ തിരുരക്തത്താൽ പാപങ്ങൾ കഴുകപ്പെടുക. സ്തോത്രം. പാപങ്ങൾ കഴുകപ്പെട്ടാൽ നിനക്കും അതേ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് പുത്രൻ തമ്പുരാനിരിക്കുന്ന സിംഹാസനത്തിൽ അവൻ്റെ മണവാട്ടിയായി നിനക്ക് മരിക്കാം. ഊനമില്ലാത്തവളായി നിനക്കിരിക്കാം, കളങ്കമില്ലാത്തവളായി നിനക്കിരിക്കാം, ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യവും ഉള്ളവളായി നിനക്കിരിക്കാം, ദൈവത്തിൻ്റെ തേജസ് പ്രാപിച്ചവളായി നിനക്കിരിക്കാം. പുത്രൻ്റെ അതേ തേജസ് മണവാട്ടിക്ക്, പിതാവിൻ്റെ അതേ തേജസ് പുത്രന്, പുത്രൻ്റെ അതേ തേജസ് തൻ്റെ മണവാട്ടിക്ക്. വിശ്വാസി, ആ തേജസ് പ്രാപിക്കാൻ നിനക്ക് ഇതിനെ തന്നെ വിട്ടുകൊടുക്കാൻ നിനക്ക് മനസ്സാണോ? ഇന്നു മുതൽ കർത്താവിന് വേണ്ടി ജീവിപ്പാൻ നിനക്ക് മനസ്സാണോ? തീരുമാനിക്കേണ്ടത് നാം ഓരോരുത്തരുമാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. നമുക്ക് വീണ്ടും എബ്രായ ലേഖനം നമുക്ക് 12-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം വായിച്ച് കേൾക്കാം. എബ്രായ ലേഖനം 12-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു യഥാസ്ഥാനപ്പെട്ട പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് വീണ്ടും പോയിരുന്നത്? അവൻ വിശ്വാസത്തിൻ്റെ നായകനാണ്, അവൻ പൂർത്തി വരുത്തുന്നവനുമാണ്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഏതോ ഒരു വ്യക്തിയെയും വിശ്വാസത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് നടത്തുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. സ്തോത്രം. അവനെ നോക്കുക, വേറെ ആരെയും നോക്കല്ലേ, വേറെ ഒരു മനുഷ്യയെയും നോക്കല്ലേ, വേറൊരു മനുഷ്യരുടെയും അവസ്ഥയിലേക്ക് നോക്കല്ലേ. എനിക്കതില്ല ഇതില്ല എന്ന് നീ പറയല്ലേ, എനിക്ക് ഉണ്മാനും ഉടുപ്പാനുമില്ല എന്ന് നീ പറയല്ലേ. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു. സ്തോത്രം. എന്നെ ഈ ഭൂമിയിലാണ്, ഈ ഭൂമി നീ അലയുന്നുണ്ട്, വലയുന്നുണ്ട്, നിനക്ക് പ്രശ്നങ്ങളുണ്ട്, എല്ലാം ഉണ്ട്, ശരി. എന്നാൽ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. സങ്കീർത്തനക്കാരനായ ദാവീദ് അനുഭവത്തോടെ പറഞ്ഞു, പാപത്തിൽ വീണവനാണ് ദാവീദ്, അരുതാത്ത പാപങ്ങളെല്ലാം വീണുപോയവനാണ് ദാവീദ്. 1 വർഷക്കാലം പാവബോധമില്ലാതെ കൊട്ടാരത്തിൽ സിംഹാസനത്തിൽ ഇരുന്നവനാണ് ദാവീദ്. എന്നാൽ നാഥാൻ പ്രവാചകൻ്റെ ഒരു വാക്ക് കേട്ടപ്പോൾ, പ്രിയപ്പെട്ടവർ,
ആ മനുഷ്യൻ നീ തന്നെ എന്ന വാക്ക് കേട്ടപ്പോൾ ദൈവമാണ് നാഥാൻ പ്രവാചകനെ ദാവീദിനരികിലേക്ക് അയച്ചത്, കൊട്ടാരത്തിലേക്ക് അയച്ചത്. നാഥാൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ദാവീദ് എന്താണ് ചെയ്തത്? നാം ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി എന്ത് ചെയ്തു തിരിച്ചറിയുക. നാഥാൻ ആ കൊട്ടാരത്തിലേക്ക് ചെന്നു. തലവെട്ടുവാൻ അധികാരമുള്ള രാജാവാണ് ദാവീദ്. ദാവീദോട് പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെ. സ്തോത്രം. ആ വാക്കുകളുടെ മുൻപിൽ ദാവീദ് സിംഹാസനത്തിന് ചാടി എഴുന്നേറ്റു. ദാവീദ് കയ്യിലിരിക്കുന്ന പൊൻചെങ്കോൽ താഴെ ഇട്ടു. ദാവീദിൻ്റെ തലയിലിരുന്നതായ രാജകീയ കിരീടം താഴെ വെച്ചു. ദാവീദ് തൻ്റെ രാജകീയ അങ്കി ഊരി വെച്ചു. സിംഹാസനത്തിന് താഴെ ഇറങ്ങി. ദാവീദ് തറയിൽ മുട്ടുകുത്തി. ദാവീദ് തറയിൽ നെടുമ്പാട് വീണു. ദാവീദ് കരയാൻ തുടങ്ങി. സ്തോത്രം. ദൈവമക്കളെ വേറൊന്നും ദാവീദ് ചെയ്തില്ല. പാപിയായി പോയ ദാവീദ്, പാപത്താൽ പിടിക്കപ്പെട്ടവനായ ദാവീദ്, ശത്രുവിൻ്റെ അടിമത്തത്തിലായി പോയ ദാവീദ്, ദൈവം നോക്കുമ്പോൾ ദൈവം കൊടുത്ത സിംഹാസനമുണ്ട്, ദൈവം കൊടുത്ത ചെങ്കോലുണ്ട്, ദൈവം കൊടുത്ത കിരീടമുണ്ട്, ദൈവം കൊടുത്ത രാജകീയ അങ്കിയുണ്ട്, എല്ലാം ഉണ്ട്, പ്രതാപമുണ്ട്, പ്രജകളുണ്ട്, കൊട്ടാരമുണ്ട്, എല്ലാം ഉണ്ട്. സ്തോത്രം. നെടുമ്പാട് വീണു. അങ്ങനെ ധ്യാനിക്കുന്നതായ സങ്കീർത്തനമാണ് 51 സങ്കീർത്തനം. ഞാനത് പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്കറിയാം. 51 സങ്കീർത്തനം. പ്രിയപ്പെട്ടവർ, അത് ധ്യാനിച്ചവനായ ദാവീദ്. സ്തോത്രം. അത് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ഒരു കാര്യം പിടികിട്ടി, ദൈവം എൻ്റെ പാപങ്ങൾ ക്ഷമിച്ചു തന്നിരിക്കുന്നു. ബോധ്യം കിട്ടി. ദാവീദ് നാഥാനോട് ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. പാപം ചെയ്തത് ബേർശേബയോടാണ്, പാപം ചെയ്തത് ഊരിയാവിനോടാണ്. ഊരിയാവിനെയാണ് കൊല്ലിച്ചത്. ദാവീദ് കൊട്ടാരത്തിൽ നിന്ന് മദ്യപിച്ചു, ഊരിയാവിനെ കൊണ്ട് മദ്യപാനം ചെയ്യിച്ചു. മനുഷ്യരോടാണ് പാപം ചെയ്തത്. എന്നാൽ ദാവീദിൻ്റെ അനുതാപത്തിൻ്റെ കണ്ണുനീര് കർത്താവിൻ്റെ കാൽക്കൽ വീണപ്പോൾ ദാവീദിൻ്റെ ഉൾക്കണ്ണുകൾ തുറന്നു. ദാവീദ് ഒരു കാഴ്ച കണ്ടു. എന്നെ സ്നേഹിച്ചവനായ ദൈവം, എനിക്ക് വേണ്ടി കരുതിയവനായ ദൈവം, എന്നെ ആട്ടിൻ തൊഴുത്തിൻ വാരക്കിൽ സിംഹാസനത്തിൽ കൊണ്ട് നിരുത്തിയവനായ ദൈവം, ആ ദൈവം കരയുന്നു, ആ ദൈവം വേദനിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ കാഴ്ച കാണാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ആ കർത്താവിൻ്റെ ആ വേദനയുടെ സ്വരം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ? സ്തോത്രം. ദാവീദ് ഒറ്റ വാചകമേ പറഞ്ഞുള്ളൂ, ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു. നാഥാൻ പ്രവാചകനോട് ദാവീദ് പറഞ്ഞ ഒറ്റയ്ക്കൊരു വാചകം, ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, 51 സങ്കീർത്തനം മുഴുവനും ഹൃദയപൂർവ്വം ദൈവത്തോട് ധ്യാനിച്ച് പ്രാർത്ഥിച്ചവനായ ദാവീദ് ഒരു കാര്യം ബോധ്യപ്പെട്ടു, ദൈവം പാപം ക്ഷമിച്ച് കിട്ടി. ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് നാഥാൻ ദാവീദിനോട് ദൈവത്തിൻ്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പാപം ക്ഷമിക്കാൻ ഒരു വ്യവസ്ഥയുണ്ട്. ദൈവം പാപം ക്ഷമിക്കാൻ ഒരു വ്യവസ്ഥയുണ്ട്. എന്താണത്? ചെയ്തു പോയ പാപങ്ങളോട് എന്നേക്കുമായി യാത്ര പറയുക. ഇനി പാപത്തിലേക്കില്ല എന്ന് ഇപ്പോൾ കർത്താവിനോട് വാക്ക് പറയുക. നിങ്ങൾക്ക് മനസ്സാണോ പ്രിയപ്പെട്ടവരെ? കർത്താവ് വന്നതെല്ലാം വന്നുപോയി. ഇതുവരെയും സത്യം തിരിച്ചറിയാറ് ആത്മക്കൾക്ക് അടഞ്ഞവനായി ഞാൻ പാപത്തിൽ മുഴുകി ജീവിച്ചു പോയി. എന്നാൽ ഇപ്പോൾ കർത്താവ് എന്നെ നീ കണ്ടുമുട്ടിയിരിക്കുന്ന ഈ സമയം, നീ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സമയം, നിൻ്റെ അതിനു മുമ്പിൽ ഞാൻ ആയിരിക്കുന്ന ഈ സമയം, ഞാൻ നിന്നോടൊരു വാക്ക് പറയുന്നു, ഇനി പാപത്തിലേക്കില്ല. ഇനി ഒരിക്കലും ഞാൻ പാപത്തിലേക്ക് പോവുകയില്ല. വന്ന പാപങ്ങളെ ഞാൻ വേർത്തുപേക്ഷിക്കുന്നു. ഹൃദയം കൊണ്ട് തീരുമാനിക്കാമോ പ്രിയപ്പെട്ടവരെ? അങ്ങനെ ഒരു വാക്കിപ്പോൾ കർത്താവിനോട് പറയാമോ? നിങ്ങൾക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ മനസ്സുണ്ടോ? നാഥാൻ പ്രവാചകൻ പറഞ്ഞു, നിൻ്റെ പാപം യഹോവ ക്ഷമിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പാപം ഉപേക്ഷിച്ചാൽ ആ സെക്കൻഡിൽ പാപം ക്ഷമിക്കുന്നവനായ ഒരു ദൈവമുണ്ട്. മറക്കരുത്. ആ കർത്താവിൻ്റെ മുൻപിലാണ് ഞാനും നിങ്ങളും. അവൻ്റെ കണ്ണുകളുടെ മുൻപിലാണ് ഞാനും നിങ്ങളും. നഗ്നരും മലർന്നതുമായി അവൻ്റെ മുൻപാകെ കിടക്കുന്നു. അവൻ്റെ ഹൃദയത്തിലേക്ക് നോക്കുന്നുണ്ട്. ദൈവമക്കളെ, സ്വർഗം തുറന്നിട്ടുണ്ട്, ജീവൻ്റെ പുസ്തകം തുറന്ന് വെച്ചിട്ടുണ്ട്. അവൻ്റെ വചനം നിങ്ങളോട് കർത്താവ് പറയുന്നുണ്ട്. പറയുന്നത് ഏതെങ്കിലും കഴുതിയാകട്ടെ എന്ന് നിങ്ങൾക്ക് നോക്കണ്ട. ഇത് ദൈവത്തിൻ്റെ ശബ്ദമാണ്. മനുഷ്യർക്കാർക്കും വചനമൊന്നുമില്ല, ദൈവത്തിൻ്റെ ശബ്ദമാണ്. സ്തോത്രം. കർത്താവേ, ഈ വചനം എൻ്റെ ഹൃദയത്തെ കഴുകണമേ, ഈ വചനം എന്നെ ജീവിപ്പിക്കണമേ, എൻ്റെ ആത്മാവിനെ എൻ്റെ മേൽ പകരണമേ, എൻ്റെ ആത്മാവിനെ നിയന്ത്രിക്കാൻ തുടങ്ങണമേ. ആർക്കെല്ലാം പ്രാർത്ഥിക്കാൻ തോന്നുന്നുണ്ട്, ആർക്കെല്ലാം സമർപ്പിക്കാൻ തോന്നുന്നുണ്ട്, ആർക്കെല്ലാം പാവവഴികളോട് യാത്ര പറയാൻ തോന്നുന്നുണ്ട്. സ്തോത്രം. പാപത്തോട് യാത്ര പറഞ്ഞ ആ ദാവീദിനെക്കുറിച്ച് പിന്നീട് ദൈവം കൽപ്പിച്ചു, എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ,
എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എത്രയോ വർഷങ്ങൾ പിന്നീട് ദാവീദ് ഈ ഭൂമിയിൽ ജീവിച്ചു. എന്നാൽ ആ ദാവീദിന് ഒരു പാവവും വരാതെ ദൈവം കാത്തു. പരിശുദ്ധാത്മാവാൻ ദൈവം കാത്തു. സ്തോത്രം. പിന്നീട് ദൈവം തന്നെ പറഞ്ഞു, ഊരിയാവിൻ്റെ കാര്യത്തിൽ മാത്രമല്ലാതെ വേറെ ഒന്നിലും ദാവീദ് തെറ്റിപ്പോയിട്ടില്ല, പാപം ചെയ്തിട്ടില്ല. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്തൊരു നല്ല സാക്ഷ്യം. എല്ലാം മറക്കുന്നവനായ ദൈവം, പാപങ്ങൾ പൊറുക്കുന്നവനായ ദൈവം, പാപം തൻ്റെ പിന്നിലേക്ക് എറിയുന്നവനായ ദൈവം, സകല പാപങ്ങളെ ക്ഷമിക്കുന്നവനായ ദൈവം. ആ കർത്താവാണ് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ നിങ്ങളെ മുട്ടി വിളിക്കുന്നത്. ഈ അന്ത്യകാല തലമുറയിൽ കർത്താവിന് രണ്ടാമത്തെ ഒരു വാസനമായിരിക്കുന്ന ഈ അന്ത്യകാല തലമുറയിൽ കർത്താവ് നിങ്ങളുടെ ഹൃദയങ്ങളുടെ വാതിൽക്കൽ നിങ്ങളെ മുട്ടി വിളിക്കുന്നു. ആരെല്ലാം ഹൃദയം തുറക്കുന്നുണ്ട്? കർത്താവിൻ്റെ ആഗ്രഹമുണ്ട്, ഞാൻ എൻ്റെ പരിശുദ്ധാത്മാവിനെ നിനക്ക് തരാം, നിൻ്റെ പാപങ്ങളെ ഞാൻ കഴുകിത്തരാം, എൻ്റെ തിരുരക്തത്താൽ കഴുകിത്തരാം. പാപം കൂടാതെ ജീവിക്കുവാൻ പരിശുദ്ധാത്മാവിനെ ഞാൻ നിനക്ക് തരാം. പരിശുദ്ധാത്മാവിനെ നടത്തിക്കൊള്ളും, നിന്നെ നിയന്ത്രിച്ചുകൊള്ളും. ദൈവത്തിൻ്റെ സ്വരൂപവും ദൈവത്തിൻ്റെ സാദൃശ്യവും നിനക്ക് തരും. ദൈവത്തിൻ്റെ തേജസ് നിനക്ക് തരും. ആ തേജസ് തന്നിട്ട് കർത്താവ് രണ്ടാമത്തെ വരവിൽ നിന്നെ പറപ്പിച്ച് കൊണ്ടുപോകും. പരിശുദ്ധാത്മാവാൻ ദൈവം നിന്നെ തേജസ് ധരിപ്പിച്ചവനായി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോകും കർത്താവ് രണ്ടാമത്തെ വരവിൽ. അതാണ് അവൻ്റെ ലക്ഷ്യം, വേറൊന്നുമല്ല. ആ ലക്ഷ്യത്തിൽ എത്തുന്നില്ലെങ്കിൽ ദൈവജനമേ അവിടെ എത്തുകയില്ല. സ്തോത്രം. വിശുദ്ധന്മാർക്ക് വേണ്ടി കാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗം, അതല്ലാതെ വേറെ ഗ്രേഡ് കുറഞ്ഞൊരു സ്വർഗമില്ല, വേറെ സ്ഥാനമില്ല. അവിടെ എത്താൻ നിങ്ങൾക്ക് മനസ്സാണോ? അവിടേക്ക് പോകാൻ നിങ്ങൾക്ക് ഇപ്പോഴും ഒറ്റ വാക്കം പറയാമോ? വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. വേറൊന്നും കർത്താവ് പറഞ്ഞില്ല. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വെറും വിശ്വാസത്താൽ. സ്തോത്രം. ആർക്ക് വിശ്വാസം കിട്ടും? ഇപ്പോൾ പാപത്തോട് എന്നേക്കുമായി യാത്ര പറയുന്നവർക്ക്. സ്തോത്രം. ഹൃദയം കൊണ്ട് യാത്ര പറയുന്നവർക്ക്. അവർക്കാണ് ദൈവം വിശ്വാസം ദാനമായി തരുന്നത്. വിശ്വാസം ദൈവത്തിൻ്റെ ദാനമാണ്. അത് ലഭിക്കുന്നത് പാപത്ത് ഹൃദയം കൊണ്ട് വെറുത്തുപേക്ഷിക്കുന്നവർക്കാണ്. കർത്താവ് നോക്കുന്ന ഹൃദയത്തിലേക്കാണ്. നീ ഇപ്പോൾ ദൈവസന്നിധിയിരിക്കുമ്പോൾ നീ പാപത്തെ വെറുക്കുന്നുണ്ടോ? കർത്താവ് നോക്കുന്നുണ്ട്. നീ പാപത്തെ വെറുത്തതായി, നിൻ്റെ ഹൃദയം കൊണ്ട് നീ പാപത്തെ ഉപേക്ഷിച്ചതായി കർത്താവ് കണ്ടാൽ ആ ഹൃദയത്തിലേക്ക് കർത്താവ് യേശുക്രിസ്തു കടന്നു വരും. തിരുരക്തത്താൽ നിന്നെ കഴുകും, സകല പാപങ്ങളെയും ക്ഷമിക്കും, എല്ലാം മറക്കും, എല്ലാം പൊറുക്കും, എല്ലാം ക്ഷമിക്കും. എന്നിട്ട് അവൻ്റെ പരിശുദ്ധാത്മാവിനെ ബലാക്കി തരും. എന്തിനെന്നറിയാമോ? പാപം കൂടാതെ ജീവിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ മാത്രമേ സാധിക്കൂ. സഹോദര, ഏതെല്ലാം സ്ഥാനത്ത് നീ ഇരുന്നാലും, എന്തെല്ലാം കർമ്മപരിപാടികൾ നീ ചെയ്താലും, നീ എത്ര ഉന്നത സ്ഥാനത്തിരുന്നാലും, പാപം കൂടാതെ ഈ ഭൂമിയിൽ ജീവിച്ചെങ്കിൽ മാത്രമേ നിനക്ക് സ്വർഗത്തിലെത്താൻ കഴിയൂ. നിന്നെ സ്വർഗത്തിലെത്തിക്കുന്നത് നീയല്ല, നിൻ്റെ ഒരു പരിപാടിയുമല്ല, നിൻ്റെ ഒരു പ്രാർത്ഥനയുമല്ല, നിൻ്റെ ഒരു ജാഗരണവുമല്ല. പരിശുദ്ധാത്മാവ് ദൈവമാണ്. പരിശുദ്ധാത്മാവ് ദൈവം സമ്പൂർണമായി നിന്നെ ശുദ്ധീകരിക്കുവാൻ വിട്ടുകൊടുക്കാമോ? അവൻ്റെ ഇഷ്ടത്തിനായി ഏൽപ്പിച്ച് കൊടുക്കാമോ? പ്രിയപ്പെട്ടവരെ, ഒരു മണവാളൻ ഒരു മണവാട്ടിയെ മിന്നുകെട്ടി സ്വന്തമാക്കി. ആ മണവാട്ടിക്ക് സ്വന്തം വീടുണ്ട്, സ്വന്തം കിടക്കയുണ്ട്, സ്വന്തം മുറിയുണ്ട്, എല്ലാം ഉണ്ട്. എന്നാൽ അവിടെ എല്ലാം വിട്ട് എന്നേക്കുമായി ഒരു മണവാളൻ്റെ ഇഷ്ടത്തിന് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. ഇതുപോലെ ഇപ്പോൾ ഈ നിർണായക നിമിഷത്തിൽ ജീവിതം കർത്താവിനായി വിട്ടുകൊടുക്കാൻ ആരെല്ലാം മനസ്സുണ്ട്? നമുക്ക് നമ്മെ തന്നെ താഴ്ത്താം. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് തലകളെ വണക്കാം, നമുക്ക് സമർപ്പിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, മനോഹരമായ ഈ സമയത്തിനായി ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളെ താഴ്ത്തി തരുന്നു. ഞങ്ങൾ പാപത്തോടെ എന്നേക്കും വയ്യാത്ത പറയുന്നു. അവശേഷിക്കുന്ന നാളുകൾ എത്രയും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടെ കർത്താവേ. പാപം കൂടാതെ പാപത്തെ വെറുത്ത് നിന്നെ സ്നേഹിച്ച് നിന്നോട് സ്നേഹത്താൽ നിറഞ്ഞ് ഈ തലമുറ നിൽക്കുവാൻ, അനേക കത്തുന്ന കൊലികളെ വലിച്ചെടുക്കുവാൻ കർത്താവെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. കർത്താവെ, തൃക്കര പാവപ്പെട്ട അഴിയങ്ങളുടെ മേൽ വയ്ക്കണമേ. തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ. ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. രണ്ടാമത്തെ വരവിന് വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ. മാനവും മഹത്വത്തോടെ എടുക്കണമേ. യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ. ആമീൻ.